സി കെ രാജേഷ് കുമാർ ഒരിക്കൽ കൂടി ചേരുകയാണ്. ശ്രീ രാജേഷ്, അപ്പോൾ അമേരിക്ക വേഴ്സസ് പരാഗ്വേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ നമ്മൾ പരാഗ്വയുടെ കളി ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പക്ഷെ അമേരിക്ക ലോക കപ്പിലേക്ക് വരുന്നത് വളരെ അപൂർവമായിട്ടുള്ള മത്സരങ്ങളൊക്കെ നമ്മളെ ശ്രദ്ധയിലുള്ളൂ, അവരുടെ താരങ്ങളൊക്കെ. അപ്പോൾ ഈ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? ഒരു റിസൾട്ടിനെ കുറിച്ച് ഒരു പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ? നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ അമേരിക്കയിൽ വലിയ ചൂടാണ് താരങ്ങളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഒരു ആനുകൂല്യത്തിൽ ശരിക്കും ലാറ്റിൻ അമേരിക്കയിൽ അത്യാവശ്യം ചൂടുള്ള ഒരു രാജ്യമാണ് പരാഗ്വേ. അതുപോലെ തന്നെ അമേരിക്ക. ലോസ് ആഞ്ചലസിൽ മത്സരം നടക്കുന്നു. ഏതാണ്ട് 18ാമത്തെ തവണയാണ് അമേരിക്ക ലോകകപ്പിന് യോഗ്യത നേടി എത്തുന്നത്. സ്വന്തം മണ്ണിൽ 1994 ശേഷം ഒരു വേൾഡ് കപ്പ്. അവിടുത്തെ പ്രസിഡന്റ് ട്രംപ് എത്തുമോ എന്നുള്ളൊരു ആകാംക്ഷയിലാണ് ആൾക്കാർ. അപ്പം ട്രംപിന് മുമ്പിൽ ആദ്യ മത്സരം ലോസ് ആഞ്ചലസിൽ ഇറങ്ങുന്ന അമേരിക്ക തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. പക്ഷേ എതിർവശത്ത് വിഖ്യാത ഗോളിമാരുടെ, ചിരാവട്ടടക്കമുള്ള വിഖ്യാത ഗോളിമാരുടെ നാടായ പാരഗ്വേയാണ്. പാരഗ്വേ ആയിട്ടുള്ള മത്സരം അത്യന്തം ആവേശകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. 3 തവണത്തെ ഗ്യാപ്പിന് ശേഷമാണ് അവർ വേൾഡ് കപ്പിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അല്ലെങ്കിൽ അടുത്തുള്ള രാജ്യമായ അമേരിക്കയ്ക്കെതിരെ വലിയൊരു പ്രകടനം കാഴ്ചവെക്കാൻ തന്നെ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ അതാണ് അവർ ഉറ്റുനോക്കുന്നത്. ഇതിന്റെ അതായത് കൗണ്ടർ അറ്റാക്കുകളുടെയും ആക്രമണമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. യുവതാരങ്ങൾ 25 തോന്നുന്നു, 25 വയസ്സ് ശരാശരി പ്രായമുള്ളൊരു ടീമാണ് പരാഗ്വേ. അതിലെ യുവതിരക്ക് എതിരെ അമേരിക്കൻ പട എത്രത്തോളം, യാഗി പട എത്രത്തോളം കരുത്ത് കാട്ടുമെന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. എൻ്റെ ഒരു പ്രഡിക്ഷൻ തീർച്ചയായിട്ടും പരാഗ്വേക്ക് തന്നെയാണ് ഈ മത്സരത്തിൽ മുൻതൂക്കം. പക്ഷേ നമുക്കറിയാവുന്ന പോലെ 80,000-ഓളം കാണികൾക്ക് മുൻപിൽ അമേരിക്ക അവരുടെ ആരാധകർക്ക് മുമ്പിൽ ഇറങ്ങുമ്പോൾ, പ്രസിഡന്റിന്റെ മുമ്പിൽ വരെ ഇറങ്ങുമ്പോൾ അവർക്ക് കരുത്ത് കാണിച്ചേ പറ്റുള്ളൂ. പുലിസിച്ചിനെ പോലെ ലോകോത്തര താരങ്ങൾ അമേരിക്കയുടെ കരുത്താണ്. മറിച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അവരുടെ ഹെർണാണ്ടസ്, ചിലാവട്ടിന് ശേഷം കണ്ട ഏറ്റവും മികച്ച ഗോളിയാണ് അവരുടെ ഒരു കരുത്തെന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു ഏറ്റവും നല്ലൊരു മത്സരം തന്നെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. യെസ്, താങ്ക് യു സി കെ രാജേഷ് കുമാർ. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കിങ്ങനെ ഒരുമിച്ച് കളി പറഞ്ഞിരിക്കണം. താങ്ക് യു സോ മച്ച്. എന്തായാലും നമ്മൾ ഇന്നിപ്പോൾ ആ മത്സരം നാളെ രാവിലെയാണ് കേട്ടോ, അമേരിക്ക വേഴ്സസ് പരാഗ്വേ മത്സരം. അപ്പോൾ അത് ഉറങ്ങി എഴുന്നേറ്റും കാണാൻ പറ്റുന്നതാണ്. പക്ഷേ